ഹായ്, വെൽക്കം ടു ഓൾ. സ്കോളേഴ്സ് ഹബ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. സ്കോളേഴ്സ് ഹബ് എന്നത് വയനാട് ബേസ്ഡായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. ഇവിടെ സ്വിംഗ് റിലേറ്റഡ് കാറ്ററ്റ് PSC എന്നിവയ്ക്ക് ട്രെയിനിങ് കൊടുത്തു വരുന്നു. സ്വിംഗ് റിലേറ്റഡ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവരാണോ നിങ്ങൾ? ഇപ്പോൾ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ. തീർച്ചയായും ഈ അടുത്ത് വരുന്ന എക്സാംസിനെല്ലാം നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ കഴിഞ്ഞ കാറ്ററ്റ് എക്സാമിന് വന്ന സ്വിംഗ് പാർട്ട് 3-ൽ നിന്നുള്ള 5 ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ഒറ്റ തുണിയിൽ ചുരുക്കിടുന്നതിന് ഉപയോഗിക്കുന്നത്. ഓപ്ഷൻ എ സീമിംഗ്, ഓപ്ഷൻ ബി വിപ്പിംഗ്, ഓപ്ഷൻ സി ഫ്ലൈ റണ്ണിംഗ്, ഓപ്ഷൻ ഡി ടാക്കിംഗ്. അപ്പോ നമുക്ക് ഇവിടെ ഓപ്ഷനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ആൻസർ ഏതാണ്. ഓപ്ഷൻ സി ഫ്ലൈ റണ്ണിംഗ് ആണ് ആൻസർ. ഓപ്ഷൻ സി ഫ്ലൈ റണ്ണിംഗ് ആണ് ആൻസർ ആയി വരുന്നത്. ഇനി എന്താണ് ഫ്ലൈ റണ്ണിംഗ് എന്ന് നോക്കാം. സ്വിംഗ് മെഷീനിൽ സ്റ്റിച്ച് റെഗുലേറ്റർ ഉപയോഗിച്ച് സ്റ്റിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നു. ഏറ്റവും വലിയ സ്റ്റിച്ചിലേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ തയ്ക്കുന്ന സമയത്ത് വലിയ സ്റ്റിച്ചുകളാണ് ഫോം ചെയ്യുക. ഈ വലിയ സ്റ്റിച്ചിനോടൊപ്പം തന്നെ ചെറിയ ചെറിയ ചുരുക്കുകളും രൂപപ്പെടുന്നു. ഇങ്ങനെ കൊടുക്കുന്ന സ്റ്റിച്ചിനെയാണ് ഫ്ലൈ റണ്ണിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. രണ്ടാമത്തെ ചോദ്യം, ഡിസൈൻ തത്വങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഇവിടെ നമുക്ക് ഏതെല്ലാമാണ് പ്രിൻസിപ്പിൾസ് ഓഫ് ഡിസൈൻ എന്നതിനെ കുറിച്ചുള്ള ഒരു അറിവുള്ള ഒരാളാണെങ്കിൽ തീർച്ചയായും ഇതിന്റെ ആൻസർ സിമ്പിളായി നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അപ്പൊ നമുക്ക് ആദ്യം ഏതെല്ലാമാണ് പ്രിൻസിപ്പിൾസ് ഓഫ് ഡിസൈൻ എന്ന് നോക്കാം. ഒന്നാമത് റിതം, ബാലൻസ്, എംഫസൈസ്, ഹാർമണി, സ്കെയിൽ ഓഫ് പ്രൊപ്പോർഷൻ. ഇത്രയുമാണ് പ്രിൻസിപ്പിൾസ് ഓഫ് ഡിസൈനിൽ വരുന്നത്. ഒന്നുകൂടി നോക്കാം. റിതം, ബാലൻസ്, എംഫസൈസ്, ഹാർമണി, സ്കെയിൽ ഓഫ് പ്രൊപ്പോർഷൻസ്. ഇപ്പോൾ ഓപ്ഷനിൽ നമുക്ക് തിരഞ്ഞെടുക്കാൻ സാധിക്കും ഏതാണ് ആൻസർ. ഏതാണ് വരുന്നത്? ആൻസർ വരുന്നത് ഓപ്ഷൻ സി ടെക്സ്ചർ ആണ്. ഓപ്ഷൻ സി ടെക്സ്ചർ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി ടെക്സ്ചർ ഏതിലാണ് ഉൾപ്പെടുന്നതെന്ന് കൂടി നമുക്ക് നോക്കാം. ടെക്സ്ചർ ഉൾപ്പെടുന്നത് എലമെന്റ്സ് ഓഫ് ഡിസൈനിലാണ്. ഏതെല്ലാമാണ് എലമെന്റ്സ് ഓഫ് ഡിസൈൻ എന്ന് നോക്കാം. ലൈൻസ്, ഫോം, ഷേപ്പ്, പാറ്റേൺ, ടെക്സ്ചർ, കളർ. ലൈൻസ്, ഫോം, ഷേപ്പ്, പാറ്റേൺ, ടെക്സ്ചർ, കളർ. ഓക്കെ, അപ്പോൾ ഡിസൈൻ തത്വങ്ങൾ ഉൾപ്പെടാത്തത് ഏതാണ്? ടെക്സ്ചർ ആണ്. ഇനി മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഉൽപ്പന്നത്തിന്റെ വിപണിയിൽ ക്വാഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൂന്നാമത്തെ ചോദ്യം, ഉൽപ്പന്നത്തിന്റെ വിപണിയിൽ ക്വാഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓപ്ഷൻ എ ഘടന, ഓപ്ഷൻ ബി നിർമ്മിതി, ഓപ്ഷൻ സി ഗുണനിലവാരം, ഓപ്ഷൻ ഡി ആകർഷണീയത. ഓക്കെ, അപ്പൊ നമുക്ക് ക്വാഡ് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ക്വാളിറ്റിയുമായി റിലേറ്റഡ് ആയ വേർഡാണ് ക്വാഡ്. അങ്ങനെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഈ ഓപ്ഷനിൽ ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ട വേർഡാണെന്ന് സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്കറിയാം ഓപ്ഷൻ സി ഗുണനിലവാരമാണ്. ഓക്കെ, ഓപ്ഷൻ. നമുക്കിനി നാലാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ജീൻസ് തയ്ക്കുന്നതിന് അനുയോജ്യമായ തുണി ഏതാണ്? അപ്പൊ ഇവിടെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻ എ ഡെനിം, ഓപ്ഷൻ ബി റയോൺ, ഓപ്ഷൻ സി ക്യാൻവാസ്, ഓപ്ഷൻ സി ജൂട്ട്. നമുക്കറിയാം നമ്മളെല്ലാവരും ഒട്ടുമിക്ക ആൾക്കാരും ജീൻസ് എന്ന് പറയുന്ന വസ്ത്രം നമുക്ക് ഫെമിലിയർ ആയതുകൊണ്ട് തന്നെ അതിൽ ഉപയോഗിക്കുന്ന മെറ്റീരിയലിനെ കുറിച്ച് വളരെ നല്ല ധാരണയുണ്ട്. കാരണം റയോണോ, ക്യാൻവാസ്, ജൂട്ട് ഇവയെല്ലാം കട്ടി കുറഞ്ഞ തുണിത്തരങ്ങളാണ്. ജീൻസിന് നമ്മൾ കട്ടി കൂടിയ തുണിത്തരമാണല്ലോ ഉപയോഗിക്കുക. അപ്പോൾ ഓപ്ഷൻ എ ഡെനിം ആണ് ഇതിന് വരുന്നത്. ഓക്കെ, ഓപ്ഷൻ എ ഡെനിം ആണ് ആൻസർ. ഇനി അഞ്ചാമത്തെ ചോദ്യം, മഡ്കൻ ഏത് വർക്കിൽ ഉൾപ്പെട്ടതാണ്? ഓപ്ഷൻ എ ഷാഡോ വർക്ക്, ഓപ്ഷൻ ബി ആരി വർക്ക്, ഓപ്ഷൻ സി കാശ്മീരി വർക്ക്, ഓപ്ഷൻ ഡി കാന്ത വർക്ക്. ഓക്കെ,
മഡ്കനുമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കുമ്പോൾ ഷാഡോ വർക്ക് എന്നത് ഓപ്ഷൻ എ ഷാഡോ വർക്ക് എന്ന് പറയുന്നത് നമുക്കറിയാം നല്ല വശത്ത് ഡബിൾ ബാക്ക് സ്റ്റിച്ചും ചീത്ത വശത്ത് എന്താണ് ക്രോസ് സ്റ്റിച്ചുമാണല്ലേ വരുന്നത്. ഓക്കെ, അതാണ് ഷാഡോ വർക്ക്. അപ്പൊ മഡ്കനുമായി റിലേറ്റഡ് ആയിട്ട് വരുന്നതല്ല ഷാഡോ വർക്ക്. ഇനി വരുന്നതാണ് ആരി വർക്ക്. അപ്പൊ ആരി വർക്കിൽ ഒരുപാട് വേരിയേഷൻസ് ഉണ്ട്. ഏതൊക്കെയാണ്? പാട്ടി തങ്ക വരുന്നുണ്ട്, അതുപോലെ തന്നെ എന്താ പറയാ കങ്കൺ തങ്ക വരുന്നുണ്ട്, ഖജൂരി തങ്ക വരുന്നുണ്ട്. അങ്ങനെ ആരി വർക്കിൽ ഒരുപാട് വേരിയേഷൻസ് വരുന്നുണ്ട്. അതിൽ ആരി വർക്കിൽ വരുന്ന വേരിയേഷൻ ആണ് ഏതെന്ന് പറയുന്നത് മഡ്കൻ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് മഡ്കൻ എന്ന് കൂടി നമുക്ക് നോക്കാം. കാന്ത ചെയിൻ ഉപയോഗിച്ച് കൗച്ചിൻ തയ്ക്കുന്നു. ഡിസൈനിന് മുകളിലൂടെ കട്ടിയുള്ള നൂൽ വെച്ച് അതിന് മുകളിലൂടെ സിക്സാക് ചെയിൻ തയ്ക്കുന്നു. ഇങ്ങനെ ചെയ്യുന്ന ആരി വർക്കാണ് ഇത് മഡ്കൻ എന്ന് പറയുന്നത്. ഓക്കെ, കാശ്മീരി വർക്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സ്വർണ്ണ നൂല് ഉപയോഗിച്ച് ചെയ്യുന്നതാണ് കാശ്മീരി വർക്ക് എന്ന് പറയുന്നത്. കാന്ത വർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതാണ്? കാന്ത വർക്ക് നമുക്കറിയാം അല്ലെ, റണ്ണിങ് സ്റ്റിച്ച് ഉപയോഗിച്ച് ചെയ്യുന്നതാണ് കാന്ത വർക്ക്. അപ്പോ നമുക്ക് ആൻസർ ഏതാണ് വരുന്നത്? ഓപ്ഷൻ ബി ആരി വർക്കാണ് വരുന്നത്. ഓപ്ഷൻ ബി ആരി വർക്കാണ് വരുന്നത്. ഓക്കെ, ഇന്നത്തെ ക്ലാസ് ഏവർക്ക് ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. കൂടുതൽ ക്ലാസ്സുകൾക്ക് വേണ്ടി താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടേണ്ടതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.